പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള സ്വപ്നങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. ചിലർക്ക് അതൊരു വീടോ കാറോ ആകാം. മറ്റു ചിലർക്ക് മികച്ചൊരു കരിയറോ ബിസിനസ് വിജയമോ ആകാം. മറ്റു ചിലർക്ക് തകർന്ന കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നതോ രോഗസൗഖ്യമോ ആകാം. എന്നാൽ പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്: ഞാൻ ഇത്രയധികം ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാത്തത്? മനുഷ്യന്റെ മനസ്സും അവന്റെ ആഗ്രഹങ്ങളും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. യുഗങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് പോലും ഈ ചിന്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന വലിയ ദർശനങ്ങൾ വെറുതെ ഉണ്ടാകുന്നതല്ലെന്നും അവ എങ്ങനെ കൃത്യമായ ദൈവിക വഴികളിലൂടെ നേടിയെടുക്കാമെന്നും വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു ജീവനുള്ള പുസ്തകമുണ്ട്. അതാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ കേവലം ഒരു മതഗ്രന്ഥം മാത്രമല്ല, അത് ജീവിത വിജയത്തിനായുള്ള ഏറ്റവും വലിയ വഴികാട്ടിയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുള്ള ഏതൊരു വ്യക്തിക്കും തൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ ബൈബിൾ കൃത്യമായി പറഞ്ഞു തരുന്ന 4 വ്യത്യസ്ത തത്വങ്ങളാണ് ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. വരും നിമിഷങ്ങളിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ 4 വഴികൾ നിങ്ങളുടെ ചിന്താഗതിയെയും നിങ്ങളുടെ ജീവിതത്തെയും പൂർണ്ണമായി മാറ്റിമറിക്കും. അതുകൊണ്ട് ഒട്ടും തിടുക്കം കൂട്ടാതെ ശാന്തമായി ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഈ വീഡിയോ ഉണ്ടാകൂ. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ വീഡിയോ കാണുക. നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒന്നാമത്തെ വഴി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതി സൂക്ഷിക്കുക. ബൈബിളിൽ പ്രവാചകനായ ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ വളരെ ശക്തമായ ഒരു വചനമുണ്ട്: നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ഈ വചനത്തിന്റെ അർത്ഥം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു ധൂമം പോലെ അല്ലെങ്കിൽ വെറും ഒരു ചിന്ത മാത്രമായിട്ടാണ് അവശേഷിക്കുന്നത്. എനിക്കൊരു വലിയ നിലയിലെത്തണം, എനിക്കൊരു ബിസിനസ് ആരംഭിക്കണം, ഇങ്ങനെ പല പല ചിന്തകൾ, പല പല ആഗ്രഹങ്ങൾ. എന്നാൽ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ദർശനം എന്താണോ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ, അത് വ്യക്തമായി എഴുതി വെക്കണം. വായിക്കുന്ന ഒരാൾക്ക് അത് കണ്ട് വേഗത്തിൽ വായിച്ചെടുക്കാൻ കഴിയണം. അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിന് അത്രമേൽ വ്യക്തതയുണ്ടായിരിക്കണം. ഇന്ന് ആധുനിക മനഃശാസ്ത്രവും പ്രൊഡക്ടിവിറ്റി വിദഗ്ധർ പറയുന്ന ലക്ഷ്യങ്ങൾ എഴുതി വെക്കൽ എന്ന പ്രക്രിയ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ നമുക്ക് കാണിച്ചു തന്ന കാര്യമാണ്. നമ്മൾ ഒരു കാര്യം പേപ്പറിലോ ഡയറിയിലോ എഴുതുമ്പോൾ നമ്മുടെ മസ്തിഷ്കം അതിനെ വെറും ഒരു ചിന്തയായിട്ടല്ല, മറിച്ച് ഒരു നിർദ്ദേശമായിട്ടാണ് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ലക്ഷ്യം നേടാനായി നിങ്ങളെ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കും. ഒരു പേപ്പറിൽ എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ കണ്ണുകൾക്ക് മുൻപിൽ ദൃശ്യമാവുകയാണ്. അത് ദിവസവും നിങ്ങളെ ഓർമ്മിപ്പിക്കും നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്തിനാണ് നിങ്ങൾ രാവിലെ ഉണരുന്നത് എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം എത്ര വലുതുമാകട്ടെ, അതൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതാകാം, നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതാകാം, അത് കൃത്യമായി തീയതി സഹിതം ഇന്ന് തന്നെ ഒരു ഡയറിയിൽ എഴുതി വെക്കുക. ആ ദർശനം നിങ്ങളുടെ മുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. 2-ാമത്തെ വഴി നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുക എന്നതാണ്. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഇവിടെ ഉദ്ദേശങ്ങൾ എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളും പദ്ധതികളും എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ചിന്തകൾക്കും കഴിവുകൾക്കും ഒരു പരിധിയുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു വലിയ സ്വപ്നവുമായി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതെന്റെ മാത്രം മിടുക്കുകൊണ്ട്, എന്റെ പണം കൊണ്ട്, എന്റെ സ്വാധീനം കൊണ്ട് ഞാൻ നേടിയെടുക്കുമെന്ന അഹങ്കാരം നമ്മിൽ അറിയാതെ കടന്നുകൂടാം. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ ആ പണവും സ്വാധീനവും നമ്മെ സഹായിക്കണമെന്നില്ല. അവിടെയാണ് ബൈബിൾ തത്വം പ്രസക്തമാകുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും, നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും ദൈവത്തിൽ ഭരമേൽപ്പിക്കുക. അതിനർത്ഥം പ്രാർത്ഥിച്ചിട്ട് ചുമ്മാതിരിക്കുക എന്നല്ല.
നിങ്ങൾ കഠിനമായ പ്ലാൻ ചെയ്യുക. ആ പ്ലാൻ ദൈവത്തിന്റെ മുൻപിൽ വെക്കുക. ദൈവമേ, ഇതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ വഴിയിൽ അങ്ങ് കൂടെ ഉണ്ടാകണമേ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മളൊരു കാര്യം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയൊരു സമാധാനമുണ്ടാകും. കാരണം ആ പ്രവൃത്തിയുടെ ഭാരം നമ്മളിൽ നിന്നൊഴിഞ്ഞ് ദൈവത്തിലേക്ക് മാറുകയാണ്. തോൽവികളെക്കുറിച്ചുള്ള ഭയവും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും അപ്പോൾ ഇല്ലാതെയാകുകയാണ്. ദൈവത്തിൽ വിശ്വസിച്ച് തന്റെ ആവശ്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ മുൻപിലുണ്ടായിരുന്ന വഴികൾ അടഞ്ഞു പോകുമ്പോൾ മറ്റൊരു വഴി ദൈവം തുറന്നു നൽകും. അതുകൊണ്ട് നിങ്ങളുടെ പദ്ധതികൾ എന്തു തന്നെയായാലും അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മാത്രം മുൻപോട്ട് നീങ്ങുക. മൂന്നാമത്തെ കാര്യം വിശ്വസ്തയോടെയുള്ള കഠിനാധ്വാനമാണ്. ബൈബിൾ ഒരിക്കലും സ്വപ്നം കണ്ട് വെറുതെ ഇരിക്കുന്ന മടിയന്മാരെ അനുകൂലിക്കുന്നില്ല. സദൃശ്യവാക്യങ്ങൾ 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. നമുക്ക് എത്ര വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായാലും ദിവസവും പ്രാർത്ഥിച്ചാലും നമ്മൾ അതിനായി വിയർപ്പൊഴുക്കാൻ തയ്യാറല്ലെങ്കിൽ ആ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് വലിയ സാധ്യതകളാണ്. അത് ഉപയോഗിക്കേണ്ടത് നമ്മളാണ്. ബൈബിളിലെ എല്ലാ വലിയ വ്യക്തികളെയും നോക്കൂ. അത് മോശയാകട്ടെ, ദാവീദാകട്ടെ, ജോസഫ് ആകട്ടെ, അവരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ കഠിനമായി അധ്വാനിച്ചവരായിരുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട്: ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു പറയുന്നു: അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ഇന്ന് നിങ്ങളുടെ കൈകളിലുള്ള ചെറിയ ജോലി, ചെറിയ വരുമാനം അല്ലെങ്കിൽ ചെറിയ ഉത്തരവാദിത്വം എന്താണോ അത് 100% വിശ്വസ്തയോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പലരും വലിയ വലിയ സ്വപ്നങ്ങൾ കാണും, പക്ഷേ ഇന്ന് ചെയ്യുന്ന ജോലിയോട് ഒട്ടും താല്പര്യം കാണിക്കില്ല. എന്നാൽ ഓർക്കുക, ഇന്നത്തെ നിങ്ങളുടെ ചെറിയ വിശ്വസ്തതയാണ് നാളത്തെ വലിയ വിജയങ്ങളിലേക്കുള്ള ചവിട്ടുപടി. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ദൈവത്തിന് മുൻപിൽ വിശ്വസ്തയോടെ ചെയ്യുക. ദൈവം നിങ്ങളെ വലിയ കാര്യങ്ങളുടെ മേൽ അധികാരിയാക്കും. നാലാമത്തേതും ഏറ്റവും നിർണായകവുമായ വഴി ക്ഷമയും പ്രത്യാശയും കൈവിടാതിരിക്കുക എന്നതാണ്. പലപ്പോഴും നമ്മൾ വിചാരിച്ച സമയത്ത് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ നിരാശരാകാറുണ്ട്, പ്രാർത്ഥന നിർത്തിക്കളയാറുണ്ട്, ആ ലക്ഷ്യം തന്നെ ഉപേക്ഷിച്ച് കളയാറുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്ന വലിയൊരു സത്യമുണ്ട്: ദൈവത്തിന് ഓരോ കാര്യത്തിനും അതിൻ്റെതായ സമയമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യത്തിൽ മനോഹരമായ ഒരു വാഗ്ദാനമുണ്ട്: എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ബൈബിളിലെ ജോസഫിന്റെ ജീവിതം ഒന്ന് ആലോചിച്ചു നോക്കൂ. അവൻ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നം, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അവന് കടന്നു പോകേണ്ടി വന്നത് വലിയ പ്രതിസന്ധികളിലൂടെയായിരുന്നു. സ്വന്തം സഹോദരന്മാർ അവനെ വിറ്റു, കുറ്റമൊന്നും ചെയ്യാതെ ജയിലിൽ കിടക്കേണ്ടി വന്നു. വർഷങ്ങളോളം അവൻ ക്ഷമയോടെ കാത്തിരുന്നു. ഒടുവിൽ ദൈവത്തിന്റെ സമയം വന്നപ്പോൾ അവൻ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെട്ടു. അബ്രഹാമിന്റെ ജീവിതത്തിലും വാഗ്ദത്തം നിറവേറാൻ വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടി വന്നു. നിങ്ങൾ കഠിനമായി ശ്രമിച്ചിട്ടും കാര്യങ്ങൾ വൈകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക: ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞതല്ല, മറിച്ച് വലിയൊരു വിജയത്തിനായി നിങ്ങളെ ഒരുക്കിയെടുക്കുകയാണ്. ഒരു കഴുകൻ കൊടുങ്കാറ്റിന്റെ സമയത്ത് കാത്തു നിൽക്കുന്നത് പോലെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ കാത്തിരിക്കുക. ദൈവത്തിന്റെ സമയത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ അതിമനോഹരമായി യാഥാർത്ഥ്യമാകും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതുമായിക്കൊള്ളട്ടെ, അത് അസാധ്യമാണെന്ന് ലോകം പറയട്ടെ, ബൈബിൾ കാണിച്ചു തരുന്ന ഈ 4 വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തി നോക്കൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതി വെക്കുക, അവയെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുക. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളിൽ വിശ്വസ്തരായി കഠിനാധ്വാനം ചെയ്യുക. ഒടുവിൽ ദൈവത്തിന്റെ സമയത്തിനായി പ്രത്യാശയോടെ ക്ഷമയോടെ കാത്തിരിക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ ഒരു പ്രതിസന്ധിക്കും
നിങ്ങളെ തളർത്താൻ കഴിയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ വെറും ഒരു ചിന്തയായി അവശേഷിക്കില്ല. അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മുൻപിൽ യാഥാർത്ഥ്യമായി മാറും. വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങളുടെ ചിന്തകളിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയെന്ന് ഞാൻ കരുതുന്നു. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള ചിന്തകളും പോസിറ്റീവ് എനർജിയുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.